ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തവണ പാളി കടത്താനാകാത്തത് തിരുവാഭരണ കമ്മീഷന്റെ ഇടപെടൽ കാരണമെന്ന വിജിലൻസ് കണ്ടെത്തലിന് പിന്നാലെ അത് ബോർഡ് തീരുമാനമെന്ന രേഖയുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തുകയാണ്. 2024 തന്നെ തിരുവാഭരണം കമ്മീഷണർക്ക് ഇക്കാര്യം നിർദ്ദേശിച്ച് നൽകിയ കത്തുകളുമായി ദേവസ്വം ബോർഡ് ഇപ്പോൾ എത്തുന്നുണ്ട്. അതിനിടെ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ഇത്തവണ പാളി സ്വർണം പൂശാൻ അഴിച്ചുകൊണ്ടുപോയത് തിരുവാഭരണം കമ്മീഷണറുടെ വീഴ്ചയെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് മാതൃഭൂമി ന്യൂസിനോട് പറയുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം പൊതിയാനുള്ള സാങ്കേതിക വിദ്യ ഇല്ലെന്ന വിജിലൻസ് റിപ്പോർട്ടിലെ ഭാഗം തെറ്റാണ് എന്നും ബോർഡ് നേതൃത്വം വാദിക്കുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ദേവസ്വം വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തവണ പാളി കടത്തുന്നത് തടയാൻ തിരുവാഭരണം കമ്മീഷണർ നടത്തിയ ഇടപെടലുകൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. 20-ാം പേജിലെ പരാമർശത്തിൽ പക്ഷേ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്ന് പറയാത്തത് ബോർഡിനെ ചോദ്യമുനയിലാക്കി. ഇതിനെ ദേവസ്വം ബോർഡ് കത്തുകളിലൂടെ പ്രതിരോധിക്കുകയാണ്. 2024 തിരുവാഭരണം കമ്മീഷണർക്ക് നൽകിയ കത്തുകൾ അടിസ്ഥാനമാക്കി ഇത്തവണ ദ്വാരപാലക ശില്പത്തിന്റെ പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാത്തത് ദേവസ്വം ബോർഡിന്റെ തീരുമാനമെന്ന് വാദിക്കുകയാണ് ബോർഡ് നേതൃത്വം. കത്തിൽ പാളി ചെന്നൈയിൽ എത്തിക്കുന്നതിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, വിജിലൻസ് ഓഫീസർ അടക്കമുള്ളവരുടെ മേൽനോട്ടം ഉണ്ടാകണമെന്ന് പരാമർശിക്കുന്നുണ്ട്. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആദ്യം തുടങ്ങുന്നത് 27/9/2024 അന്ന് സുനില എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം റജിലാൽ എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ അന്നത്തെയും ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം വന്നതിന് ശേഷമുള്ള നിലപാട് ഇത് തിരുവാഭരണ കമ്മീഷന്റെ നേതൃത്വത്തിൽ കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് തന്നെ ആകണമെന്നുള്ളതാണ്. അതായത് തിരുവാഭരണ കമ്മീഷണർക്ക് ഈ റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് നൽകുന്ന ക്രെഡിറ്റ് ദേവസ്വം ബോർഡ് നേതൃത്വത്തിനുള്ളതാണെന്ന് അവകാശപ്പെടുകയാണ്. ഇത് മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യയില്ലെന്ന് തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞതും ആ പറഞ്ഞത് ദേവസ്വം വിജിലൻസ് എഴുതി വച്ചതും തെറ്റാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. സ്മാർട്ട് ക്രിയേഷനിൽ ഈ പ്ലേറ്റിങ്ങിന് ഒരു ആധികാരികതയില്ല എന്ന പുള്ളിയുടെ ഒരു തെറ്റായ ധാരണയായിരുന്നു. അത് അദ്ദേഹം തന്നെ ക്ലാരിറ്റി ചെയ്തു. അദ്ദേഹം തന്നെ അത് കമ്മീഷൻ ഓഫീസറെ അറിയിക്കുന്നു. അതനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ നടക്കും. ദിവസം പക്ഷേ അത് തിരുത്തിയിട്ട് പിന്നീട് അത് എന്തുകൊണ്ട് പിന്നെ റിപ്പോർട്ടിനകത്ത് വന്നില്ല? നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഒരിക്കൽ സ്വർണം പൂശിയ പാളിയിൽ നിന്ന് സ്വർണം നീക്കം ചെയ്ത് അതുപയോഗിച്ച് വീണ്ടും സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ലെന്നാണ് തിരുവാഭരണം കമ്മീഷണർ റജിലാൽ ദേവസ്വം ബോർഡിന് മുൻപ് കത്ത് നൽകിയിരുന്നത്. ആ നിർദ്ദേശം മറികടന്ന് സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡ് നേതൃത്വം മുന്നോട്ട് പോയത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് സംശയമായി ഉയർന്നതും. അതിനും വിശദീകരണമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്രെഡിബിലിറ്റി അല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്കതൊന്നും പ്രശ്നമേ ഉള്ള കാര്യങ്ങളല്ല. ആ സ്മാർട്ട് ക്രിയേഷനുടെ ആധികാരികമായ സ്ഥാപനമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങളത് കൊടുത്തുവിട്ടത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന തിരുവാഭരണ കമ്മീഷണർ റജിലാലിന് ഒരു വീഴ്ച സംഭവിച്ചെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വെളിപ്പെടുത്തുകയാണ്. അത് ഇത്തവണ ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പത്തിലെ പാളി അഴിച്ചെടുത്തപ്പോൾ അത് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്ത തെറ്റാണ്. ഇതെല്ലാം പുറത്തു വരാനിടയായത് ഇത്തവണത്തെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. ഇപ്പം സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എന്തുകൊണ്ട് പറ്റിയതാണ്? അല്ല, അത് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ തിരുവാഭരണ കമ്മീഷണർ വിശദീകരണം തന്നിട്ടുള്ളൂ. അദ്ദേഹം അത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത് അറിവുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ 2023 വന്നൊരു വിധിയാണ്. ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഒരു എക്സ്ക്യൂസായി പറയാൻ പാടില്ല. അതിനെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇതിലൂടെ വിജിലൻസ് റിപ്പോർട്ടിൽ ക്രെഡിറ്റ് നൽകുന്ന തിരുവാഭരണ കമ്മീഷണർക്ക് ഇത്തവണ ദ്വാരപാലക ശില്പത്തിന്റെ പാളി അഴിച്ചപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചെന്ന് ദേവസ്വം ബോർഡ് നേതൃത്വം വീഴ്ചയായി ഉന്നയിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.